Hello viewers, namaste. Welcome back to WinTrader. എൻ്റെ പേര് Ganga Dev. ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഓപ്ഷൻ ട്രേഡിംഗ് ആണ്. നമ്മുടെ സോഫ്റ്റ് ഓപ്ഷൻ ട്രേഡിംഗിൽ എങ്ങനെ യൂസ് ചെയ്യാൻ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇതുകൊണ്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ ഞാൻ കാണിക്കണം ബാങ്ക് നിഫ്റ്റി ആണ്. അതായത് നമ്മുടെ സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ നമ്മുടെ സോഫ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് ഈ കാണിക്കുന്നത്. അതായത് നമ്മൾ ചില ആൾക്കാർ ഡയറക്റ്റ് ബാങ്ക് നിഫ്റ്റി ഡയറക്റ്റ് ചാർട്ട് നോക്കി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ അതിനകത്തെന്ന് വെച്ചാൽ നമ്മൾ നോക്കുന്നത് അതിൻ്റെ ഡയറക്റ്റ് അതിൻ്റെ പ്രീമിയത്തിൻ്റെ ചാർട്ടിനെയാണ്. അത് നമ്മൾ ഏത് സ്ട്രൈക്കാണ് വേണ്ട ആ സ്ട്രൈക്കിൻ്റെ ചാർട്ടിനെ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി ട്രേഡിങ് ചെയ്യുന്നത്. കാരണം നമ്മുടെ സോഫ്റ്റിനകത്ത് ഡയറക്റ്റ് പ്രീമിയത്തിൻ്റെ ചാർട്ട് അവൈലബിൾ ആണ്. അപ്പം ഇന്നത്തെ മാർക്കറ്റിൽ നിങ്ങൾക്ക് കാണിച്ചിടാം. ഫസ്റ്റ് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ സോഫ്റ്റ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ടാണ് ഈ സിഗ്നൽസ് എല്ലാം തരുന്നത്. ബൈ സൈഡ് സിഗ്നൽ, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് ഉൾപ്പെടെ എല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കാണ് തരുന്നത്. മാനുവലായിട്ട് നമ്മുടെ പാട്ടെന്ന് വെച്ചാൽ ചെക്ക് ചെയ്യേണ്ട കൺഫർമേഷൻ ചെക്ക് ചെയ്യാന്നാണ് നമ്മുടെ മാനുവലായിട്ട് നമ്മുടെ ഒരു പാട്ട്. ബാക്കി ഇതിനകത്തെല്ലാം ഓട്ടോമാറ്റിക് കാണിച്ചു തരും. ഇത് വർക്ക് ചെയ്യുന്ന റിയൽ ടൈമിലാണ്. ഇത് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന മാർക്കറ്റ് എന്ന് വെച്ചാൽ കമ്മോഡിറ്റി മാർക്കറ്റ്, എക്വിറ്റീസ്, ഓപ്ഷൻസ്, ഫ്യൂച്ചേഴ്സ്, ഫോറക്സ് ഉൾപ്പെടെ എല്ലാത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റാണിത്. അപ്പോൾ ഇതിനകത്ത് സിഗ്നൽസ് വരുമ്പോൾ നമ്മൾ കൺഫർമേഷൻ ചെക്ക് ചെയ്ത ശേഷം ട്രേഡ് നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ ഏത് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ബ്രോക്കർ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. അപ്പോൾ ഇത് കൺഫർമേഷൻ എങ്ങനെ ചെക്ക് ചെയ്യണം എന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയാണ്. അപ്പോൾ മേഖല വരുന്നത് 42,000 42,866 എന്നാണ് മാർക്കറ്റിൽ ഇപ്പോൾ നടക്കുന്ന റേറ്റ്. ഫ്യൂച്ചറാണ്. അപ്പോൾ ഈ ഒരു വൈറ്റ് വെർട്ടിക്കൽ ലൈൻ ഡേ സെപ്പറേഷൻ ലൈനാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ആക്ച്വലി ഇന്നലത്തെ സെല്ല് ഇന്ന് രാവിലെ കണ്ടിന്യൂ ആയിരുന്നു, സെൽ കണ്ടിന്യൂ ആയിരുന്നു. അത് നമുക്ക് ഫ്രഷ് ആയിട്ട് വന്നതെന്ന് വെച്ചാൽ ബൈസിക്കിളാണ് വന്നത്. ഈ ഗ്രീൻ കളറിൽ അപ്പാരോ ബൈസിക്കിളാണ്, റെഡ് ഡൗൺ ആരോ സെല്ലാണ്. അപ്പോൾ ഇത് രണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന സിഗ്നലാണ്. സിഗ്നൽ വരുമ്പോൾ ഫസ്റ്റ് നമുക്ക് അലേർട്ട് മെസ്സേജ് വരും. ഇതുപോലെ അലേർട്ട് മെസ്സേജ് വരും. അതൊരു സൗണ്ട് എഫക്റ്റ് കൂടിയാണ് വരുന്നത്. ഇതിനകത്തും എഴുതി കാണിക്കും സോഫ്റ്റ് ഏത് റേറ്റിൽ നമ്മൾ ബൈ എടുക്കണമെന്ന്, അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ ആ ഒരു പോർഷനിൽ നമുക്ക് എഴുതി കാണിക്കും. ഡാഷ്ബോർഡിൽ എഴുതി കാണിക്കും 42,649 11:50 നമുക്ക് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ബൈക്കുകൾ വന്ന് ഇപ്പോൾ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് അത് 206 പോയിന്റ് കയറി നിൽക്കുവാണ്. 3 ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബൈ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ജസ്റ്റ് കൺഫേം ആണെന്ന് മാത്രം ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ കൺഫർമേഷൻ ഇതിൽ തന്നെ ചെക്ക് ചെയ്യുക. ആരോ വന്ന ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴത്തെ പ്രൈസ് ബൈസോൺ ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. പ്രൈസിൻ ബൈസോൺ എന്ന് എഴുതിയും കാണിക്കണം. ഈ ആരോടെ താഴത്തൊരു ബാറുണ്ട്, ആ ബാറ് സിഗ്നലിന്റെ ഫേവറിലോട്ട് വരണം. അതായത് ബൈ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കളർ ഗ്രീൻ, ആ ഗ്രീനിലോട്ട് വരണം. ഈ രണ്ടും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അവിടെ നിന്ന് ട്രേഡ് എടുത്ത് വെച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾ നോക്കി, ഈ നമുക്ക് സിഗ്നൽ ഇവിടെ വന്നെങ്കിൽ നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയെന്ന് പറയാനായിട്ട് താഴത്തെ ഈ ബാറ് ഗ്രീനിൽ പ്രൈസ് സോൺ വന്നത് ഈ ഒരു ടൈമിലാണ് നമുക്ക് കൺഫർമേഷൻ വന്നത്. ഈ ഒരു കൺഫർമേഷൻ ഈ ഒരു ലെവലിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എടുക്കാന്ന് വെച്ചാൽ റിസ്ക് ആയിരിക്കും. കാരണം അത് സൈഡ് ഇൻഡിക്കേഷൻ ഉള്ളപ്പോൾ റിവേഴ്സിന്റെ ചാൻസ് കൂടുതലാണ്. അപ്പം ബെറ്റർ തോന്നുന്നെങ്കിൽ നമ്മൾ ആ ട്രേഡ് അവിടുന്ന് റിസ്ക് എടുക്കാൻ പറ്റുന്നെങ്കിൽ ജസ്റ്റ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഓൾറെഡി തരുന്നുണ്ട്. ആ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇട്ട് ഡയറക്റ്റ് നമുക്ക് എൻ്റർ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നോക്കിയാൽ നമുക്ക് ആ ഒരു സൈഡ് വേ കഴിഞ്ഞിട്ട് ഇവിടുന്ന് റെസിസ്റ്റന്റ് ബ്രേക്ക് ചെയ്ത് കയറിയ ടൈമിൽ നമുക്ക് എടുക്കാം. സൈഡ് വേ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റെസിസ്റ്റന്റ് ബ്രേക്ക് ചെയ്ത് കയറുമ്പോൾ അവിടെ ചാൻസ് കൂടുതലാണ്, നമുക്ക് മേലോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ ഡയറക്റ്റ് ആയിട്ട് അതുണ്ട് ഇവിടെ നിന്ന് റെസിസ്റ്റ് ചെയ്യുന്നിട്ട് ഒറ്റയടിക്ക് മാർക്കറ്റ് കയറിപ്പോയി. അപ്പം നമ്മൾ ഓപ്ഷൻ ട്രേഡേഴ്സ് ഓൾറെഡി ഇത് മുമ്പ് ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ സിഗ്നൽ വന്നു കഴിയുമ്പോൾ അത് കൺഫേം അല്ലെന്നുണ്ടെങ്കിൽ കൂടി മാർക്കറ്റിൽ ഇപ്പം 42,649 എന്ന റേറ്റിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി, ഇറ്റ് ടോട്ടലി ഡിപ്പെൻഡ്സ് ഓൺ ദ ക്ലയൻസ്. നിങ്ങൾക്ക് ഇഷ്ടത്തിന് നിങ്ങളുടെ സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം. നമ്മുടെ സോഫ്റ്റ്വെയറിലെ എല്ലാ സ്ട്രൈക്ക് പ്രൈസും നമുക്ക് ഏത് സ്ട്രൈക്കാണ് അത് സെലക്ട് ചെയ്യാം. ഇപ്പം നമ്മൾ എല്ലാം ചെയ്യുന്ന ഇൻ ദ മണിലായതുകൊണ്ട് തന്നെ 42,649 എന്ന റേറ്റിൽ ബൈ വന്നപ്പോൾ അത് കൺഫേം അല്ല, നോ പ്രോബ്ലം. 62,500 അല്ലെങ്കിൽ 400 നേരെ കോൾ ഓപ്ഷൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അവിടെ നമുക്ക് സിഗ്നൽ കൺഫേം വരുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ 42,500 കാണിച്ചത്. 42,500 നോക്കിയാൽ നിങ്ങൾക്ക് നമ്മൾ ആ ടൈം നമുക്ക് ഒരു ബൈ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ബൈ വന്നു, പക്ഷെ അത് കണ്ട ഫുൾ സൈഡ് വേയിലോട്ട് പോയി, മൊത്തം സൈഡ് വേയിരുന്നു. അപ്പം നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു ബ്രേക്ക് ഔട്ട് നടന്ന സമയത്താണ് ഇവിടെയും കണ്ടത്, ഇവിടെ റെസിസ്റ്റന്റ് ബ്രേക്ക് ചെയ്ത് കയറി. അപ്പം ഈ ഡയറക്റ്റായിട്ട് നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ 197.55 42,500 കോൾ ഓപ്ഷനിൽ ആക്ച്വലി ബൈ പറഞ്ഞത്. പക്ഷെ നമുക്കവിടെ കയറാൻ പറ്റില്ല, കാരണം നമുക്ക് ആ സമയത്ത് ബാർ കൺഫർമേഷൻ ഒന്നും ഇല്ലായിരുന്നു. അപ്പം നമുക്ക് ഇവിടെ നിന്നാണ് ഒരു ബ്രേക്ക് ഔട്ട് വന്നത്. അതായത് എന്താണ് റെസിസ്റ്റന്റ് ലെവൽ ബ്രേക്ക് ചെയ്ത് കയറിയത് ഈ ഒരു ക്യാൻഡിലാണ്. അപ്പം നമുക്ക് അവിടെയല്ലേ എടുക്കാൻ പറ്റൂ. നമ്മുടെ സോഫ്റ്റ്വെയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ പറഞ്ഞത് അവിടെ നിന്നാണ് ട്രേഡ് എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്നാണ് ബ്രേക്ക് ഔട്ട് വന്നത്. അതായത് ഈ ഒരു ക്യാൻഡിലാണ് വന്നത്. ആ ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുന്ന വെച്ചാൽ 174, പിന്നെ 174
ഒരു മിനിറ്റ്, ഹൈ പോയിരിക്കുന്നത് 270, അതായത് 170 ഒറ്റടിക്ക് അവിടെ കയറി 174 നിന്ന് ഓപ്പൺ ചെയ്ത സമയത്ത് മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്ന ഒരു, നമ്മൾ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ എൻ്റർ ചെയ്യത്തില്ല, ആ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്രൈസ് കിട്ടുമല്ലോ. 174 നിന്ന് മാർക്കറ്റ് ആ ഒരു നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു പ്രൈസ് നമ്മുടെ ടേമിൽ കിട്ടുമ്പോൾ ആ റേറ്റിൽ അങ്ങ് ഡയറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്തേക്കുക. പിന്നെ നമ്മൾ ഈ ടാർഗറ്റ് നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഡയറക്റ്റ് എൻട്രി വന്നപ്പോൾ ഉള്ള ടാർഗറ്റാണ്. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ട് 50-20 പോയിന്റ്സ് നേരെ ബുക്ക് ചെയ്ത് എൻട്രി ചെയ്തേക്കുക. റിസ്ക് എടുക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഞാൻ ഈ ഒരു മിനിമം ടാർഗറ്റ് പറഞ്ഞത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് 30 നമ്മൾ ഡയറക്റ്റ് എൻട്രി ആണെങ്കിൽ നമുക്ക് ഓൾറെഡി ടാർഗറ്റ് പറയുന്നുണ്ട്. നമ്മൾ മെയിനായിട്ട് നോക്കണമെന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റി ഇതിപ്പോൾ ഇന്ന് സൈഡ് വേ കഴിഞ്ഞിട്ടൊരു മൂവ്മെൻറ്റാണ് വന്നത്. അപ്പം നമ്മളധികം റിസ്ക് എടുക്കാതിരിക്കും നല്ലത്. അപ്പം നിങ്ങൾ ഒരു 15-20 പോയിന്റ്സ് മിനിമം എടുത്തിട്ട് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്തേക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നല്ല രീതിയിൽ അവിടെ മൂവ്മെൻറ്റ്, അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ കയറിപ്പോയി. പക്ഷെ നമ്മൾ ഈ കയറുന്നത് നോക്കി അങ്ങ് നിൽക്കല്ലേ. നമ്മുടെ ഇതെന്ന് വെച്ചാൽ മെയിൻ നമ്മുടെ എയിം എന്ന് വെച്ചാൽ പ്രോഫിറ്റാണ്. ആ പ്രോഫിറ്റ് എന്തായാലും നമുക്ക് അവിടെ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുന്നുള്ള ഗ്യാരണ്ടിയാണ്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ നേരം ഒന്നുകൂടെ കിട്ടട്ടെ എന്ന് നിൽക്കുമ്പോഴത്തേക്കാണ് നമുക്ക് എല്ലാം കൂടെ അങ്ങ് റിവേഴ്സ് അടിച്ച് പോകണം. എന്തായാലും ഇവിടുന്ന് ഒരു നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് ഇവിടെ കിട്ടി, നല്ല രീതിയിൽ മാർക്കറ്റ് കയറിയും പോയി. അതായത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ആ ഒരു സൈഡ് വേയുടെ മാർക്കറ്റ് കഴിഞ്ഞിട്ടാണ് മാർക്കറ്റിൽ ആ ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ട് കയറിയത്. അപ്പം നമ്മൾ അധികം റിസ്ക് എടുക്കാൻ പറ്റാത്തവർക്ക്, നിങ്ങളിപ്പോൾ 2 ലോട്ടാണെങ്കിൽ 3 ലോട്ട്, നിങ്ങൾ ലോട്ട് സൈസ് കൂട്ടിയിട്ട് ആ ഒരു മിനിമം ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. കാരണം അതെന്ന് വെച്ചാൽ റിസ്ക് അധികം ഇല്ലായിരിക്കും. കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ നമ്മൾ ഏൺ ചെയ്യാൻ നിൽക്കുന്ന ഈ എന്താണ് ഗ്രീഡിനെസ് ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ലോസിലോട്ട് പോകാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്. നമ്മളൊരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഈ നമ്മൾ ഓപ്ഷൻ ട്രേഡിങ്ങിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന ഓപ്ഷനാണ്. അപ്പോൾ ആ കിട്ടുന്ന പ്രോഫിറ്റ് നമുക്ക് കയ്യിൽ തന്നെ വെക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രീഡ്നെസ് മാറ്റി വെച്ചിട്ട് ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പം നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞോളെ സെയിം ആയിരുന്നു. ബൈ വന്ന ശേഷം നമുക്ക് ഫുൾ സൈഡ് ആയിരുന്നു, കയറിയിട്ടുമില്ല, മാർക്കറ്റ് കയറിയില്ലായിരുന്നു. നമുക്ക് കൺഫർമേഷൻ കിട്ടിയ സമയത്ത് അവിടെ നിന്നാണ് മാർക്കറ്റ് കയറിപ്പോയത്. അപ്പോൾ ആ ടൈമിൽ മാർക്കറ്റ് കയറുന്ന സമയത്ത് ഇവിടെ മാർക്കറ്റ് ഡിസ്പ്ലേ ആയിക്കൊണ്ടിരിക്കുക. ഈ ഒരു പ്രൈസ് നമുക്ക് ഈ ഒരു നമ്മുടെ സോഫ്റ്റ് നോക്കുമ്പോൾ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാൻ വളരെ ഈസി. ഈ ഒരു പ്രൈസാണ് മാർക്കറ്റ് റേറ്റ്. അവിടെ നിന്ന് നിങ്ങൾ കോൾ ഓപ്ഷനിലാണെന്നുണ്ടെങ്കിൽ താഴത്തുള്ള പ്രൈസിലോട്ട് കോൾ ഓപ്ഷൻ എടുക്കുക, ഇൻ ദ മണിയിൽ എടുക്കുക. മാർക്കറ്റ് നിൽക്കുന്ന ആ ഒരു 86 നിൽക്കുകയാണെങ്കിൽ 12,000 അറ്റ് ദ മണി, പിന്നെ അതിൻ്റെ മേലോട്ടുള്ളതെല്ലാം ഔട്ട് ഓഫ് ദ മണി. അപ്പോൾ അങ്ങനെ രീതിയിൽ പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം, വളരെ ഈസിയാണ്. ഇവിടുന്ന് നേരെ സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം, നേരെ പോയി നമ്മുടെ ചാർട്ട് ഓപ്പൺ ചെയ്യാം, പ്രീമിയത്തിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ 17,900 ആ ടൈമിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതനുസരിച്ച് ഓപ്പൺ ചെയ്തതാണ്. അവിടെ ബൈ വന്ന് പക്ഷേ കയറിയിട്ടില്ല, കയറാതെ മാർക്കറ്റ് ഇറങ്ങിപ്പോയി. പിന്നെ നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയ ലെവലിൽ നിന്നാണ് മാർക്കറ്റ് ഒറ്റയടിക്ക് കയറിപ്പോയത്. അപ്പോൾ ഈ ഒരു നമുക്ക് എവിടെ നിന്നാണ് ഈ ഒരു ക്യാൻഡിലാണ്, ഈ ഒരു ക്യാൻഡിലാണ്, ഈ ക്യാൻഡിൽ നിന്നാണ് നമുക്കത് കിട്ടിയത്. അതായത് ഓപ്പൺ ശരിക്കും 151 നമുക്ക് ആ ഒരു ക്യാൻഡിൽ ഓപ്പൺ വന്നിരിക്കുന്നത്. പിന്നെ 158 വരെ കയറിയിട്ടുണ്ട് ആ ഒരു ക്യാൻഡിൽ. അപ്പോൾ ഈ 151 ടു 150 158 അതിൻ്റെ ഇടയ്ക്കുള്ള റേറ്റിലാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. അതായത് നമുക്ക് ഇപ്പം നിങ്ങൾ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഫോണിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ഫോണിൽ തന്നെ നമ്മൾ സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കുക, എന്നിട്ട് നമ്മുടെ അത് ട്രേഡ് ചെയ്യുക. അല്ലെങ്കിൽ സിസ്റ്റത്തിൽ സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ നേരെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഫോണിൽ എന്താണ് ട്രേഡിംഗ് ടെർമിനൽ എടുക്കാനായിട്ട് സുഖമാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു റേറ്റിൽ നമുക്ക് ഡയറക്റ്റായിട്ട് എൻ്റർ ചെയ്യാം. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ നോക്കി അത് കയറിപ്പോയിരിക്കുന്നതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. 240 വരെ കയറിയിട്ട് ഇപ്പോൾ ചെറുതായിട്ട് കയറണമെങ്കിൽ 183 നിൽക്കുവാണ്. അപ്പോൾ മറ്റേ ബാങ്ക് നിഫ്റ്റിയുടെ ആ പ്രീമിയം കയറിയിരിക്കുന്നതെന്ന് വെച്ചാൽ 420 വരെ നല്ല രീതിയിൽ അത് കയറിപ്പോയി. 420-70 വരെ കയറിയിട്ട് ചെറുതായിട്ടൊന്ന് ഇറങ്ങുവാണ്. പക്ഷേ ഇനി അത് കയറിപ്പോകാനാണ് ചാൻസ് കൂടുതലുള്ളത്. ബാങ്ക് നിഫ്റ്റി ചെറുതായിട്ടൊന്ന് ഇറങ്ങുന്നുണ്ട്. നമ്മൾ റെസിസ്റ്റൻറ്റിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നിന്ന് അവിടെ നിന്ന് ഒന്ന് ബ്രേക്ക് ചെയ്താൽ ഒന്നും കൂടെ മാർക്കറ്റ് കയറിപ്പോകും. അപ്പോൾ ഞാൻ ഇച്ചിരി സ്പീഡിലാണ് പറഞ്ഞത്, കാരണം ലെങ്തി വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വളരെ അപ്പം ഇതിനിപ്പം ഞാൻ ആദ്യമേ പറയാം, പിന്നെ എല്ലാ വീഡിയോസിലും നമ്മൾ പറയാറുണ്ട്, അതായത് നമ്മൾ ഈ കാണിക്കുന്നതൊക്കെ റിയൽ ടൈമിലാണ്, ലൈവ് മാർക്കറ്റിൽ തന്നെ ഇതെല്ലാം ക്യാപ്ചർ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇത് ലൈവായിട്ട് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സോഫ്റ്റ്വെയറിനെ കുറിച്ച് അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സ്ട്രാറ്റജിയെ കുറിച്ച് അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഓഫീസ് വിസിറ്റ് ചെയ്യാം. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഡയറക്റ്റായിട്ട് വിസിറ്റ് ചെയ്യാം. KSRT സ്റ്റാൻഡ് അടുത്ത്, അതായത് ചേർത്തല, ആലപ്പുഴ ചേർത്തലയിൽ KSRT സ്റ്റാൻഡ് അടുത്താണ് നമ്മുടെ ഓഫീസ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടുന്ന് ബസ് സ്റ്റാൻഡിലാണ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഓഫീസിലെത്താം. ഡയറക്റ്റ് വരുന്നവർക്ക് വരാം, നമ്മൾ പറഞ്ഞു തരും, ഇൻസ്റ്റാൾ ചെയ്ത് ബാക്കി സെറ്റിംഗ് കാര്യങ്ങൾ കാണിച്ചു തരും. അല്ലാത്തവർക്ക് ഓൺലൈനിൽ തന്നെ ഡെസ്ക്ടോപ്പിൽ നമ്മുടെ VP സെർവർ കണക്ട് ചെയ്ത്
ചെയ്ത് ലൈവായിട്ട് കാണിച്ചു കൊടുക്കും. പിന്നെ ഇൻസ്റ്റലേഷൻ എല്ലാം പിന്നെ ഓൺലൈൻ തന്നെ കാണിച്ചു തരും. ഇതിൻ്റെ സെറ്റിംഗ് വീഡിയോ ഉൾപ്പെടെയാണ് നമ്മൾ തരുന്നത്. അപ്പം ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഡെഫിനറ്റായിട്ട് കോൺടാക്ട് ചെയ്യുക. എൻ്റെ പേര് ഗംഗാദേവ് എന്നാണ്. വിളിക്കേണ്ട നമ്പർ 9061973737. ഈ നമ്പറിൽ എൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ഉണ്ട്. സാറ്റർഡേ ആൻഡ് സൺഡേസ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. മെസ്സേജ് അയച്ചാൽ അതനുസരിച്ച് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.